ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു കോളിവുഡിന് ഇക്കൊല്ലത്തെ ആദ്യ പകുതി. പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും തിയേറ്ററിൽ പതറിയപ്പോൾ സൈലന്റായി വന്ന് പ്രേക്ഷകരുടെ മനസ്സും പ്രൊഡ്യൂസറുടെ പോക്കറ്റും നിറച്ച ചിത്രങ്ങളും 2025 തമിഴിൽ നിന്നുണ്ടായി. ആരും അറിയാതെ വന്ന വഴിയെ തന്നെ തിരിച്ചു പോയ ചിത്രങ്ങളും ഈ 6 മാസക്കാലത്തിൽ ഉണ്ടായിരുന്നു. ബോക്സ് ഓഫീസിലും തമിഴ് സിനിമ വലിയ നേട്ടങ്ങളൊന്നും ഇക്കൊല്ലം ഉണ്ടാക്കിയിട്ടില്ല. സൂപ്പർ താരചിത്രങ്ങൾ പലതും വന്നെങ്കിലും 200 കോടി കടന്നത് ഒരൊറ്റ സിനിമയാണ്. അതേസമയം മലയാള ഇൻഡസ്ട്രിയിൽ ഇക്കൊല്ലം പിറന്നത് 200 കോടി സിനിമകളാണെന്നത് ശ്രദ്ധേയം. കഴിഞ്ഞ വർഷവും കോളിവുഡിൻ്റെ സ്ഥിതി ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. ആദ്യ പകുതിയേക്കാൾ പണം വാരിയത് രണ്ടാം പകുതിയിലെത്തിയ ചിത്രങ്ങൾ. ഇത്തവണയും അതുതന്നെ തുടരുമെന്നാണ് കണക്കുകളും അപ്കമിംഗ് മൂവികളുടെ ലിസ്റ്റും സൂചിപ്പിക്കുന്നത്. രജനീകാന്ത്, ശിവകാർത്തികേയൻ, ധനുഷ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ് 2025 സെക്കൻഡ് ഹാഫിലെ കോളിവുഡിൻ്റെ സ്പെഷ്യാലിറ്റി. ഇവരോടൊപ്പം ലോകേഷ് കനകരാജ്, AR മുരുകദോസ്, മാരി സെൽവരാജ് തുടങ്ങിയ സംവിധായകരും 2025 രണ്ടാം പകുതി കളറാക്കാൻ എത്തുന്നുണ്ട്. ഏതൊക്കെയാണ് സിനിമകൾ പരിശോധിക്കാം. തമിഴകത്ത് നിന്ന് ജൂലൈയിലെത്തുന്ന ആദ്യ സിനിമ സിദ്ധാർത്ഥ് നായകനാകുന്ന 3 BHK ആണ്. ജൂലൈ 4 പുറത്തിറങ്ങുന്ന സിനിമയിൽ ശരത് കുമാർ, ദേവയാനി എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഫാമിലി ഡ്രാമ ഓണറിലെത്തുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ ഗണേഷാണ്. ചിത്തയ്ക്ക് ശേഷം സിദ്ധാർത്ഥിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റായി സിനിമ മാറുമെന്നാണ് ട്രെയിലർ കണ്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ജീവിതവും സ്വന്തമായ ഒരു വീടിന് വേണ്ടിയുള്ള അവരുടെ ഓട്ടവുമാണ് സിനിമയുടെ പ്രമേയം. മാമന്യന് ശേഷം ഫഹദ് ഫാസിൽ, വടിവേലു കോമ്പ വീണ്ടും ഒന്നിക്കുന്ന മാരീശനും ഈ വർഷം ജൂലൈയിൽ തിയേറ്ററിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഒരു റെട്രോ തമിഴ് ഗാനത്തിന്റെ അകമ്പടിയിൽ RX100 ബൈക്കും എടുത്ത് കറങ്ങുന്ന 2 പേർ എന്നതിനപ്പുറം മറ്റൊരു പിടുത്തവും നൽകാതെ ക്യൂരിയോസിറ്റി നിറയ്ക്കുന്നതാണ് മാരീശന്റെ ടീസർ. മാമന്യനിൽ ഞെട്ടിച്ച ഇരുവരും മാരീശനിലും അത് തുടരുമെന്നത് തീർച്ചയാണ്. സുധീർ ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കോവൈ സരളയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒരു അവാർഡിന് സാധ്യതയുള്ള സിനിമയാണ് മാരീശൻ എന്നാണ് വടിവേലുവിടെ പറഞ്ഞത്. പ്രകടനം കൊണ്ട് അദ്ദേഹവും ഫഹദും കണ്ടിരിക്കുന്നവരെ വിസ്മയിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ഇരുവരുടെയും മത്സരിച്ചുള്ള അഭിനയം തന്നെയാണ് മാരീശൻ ഓഫർ ചെയ്യുന്നതും. ആഗസ്റ്റിലാണ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് തമിഴ് മൂവി ഓഫ് 2025 എത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി. കോളിവുഡ് മാത്രമല്ല, ഇന്ത്യ മൊത്തം കൂലിക്കായി വെയിറ്റിംഗ് ആണ്. ഒരു രജനി ചിത്രം എന്നും ആവേശത്തിര നിറക്കുന്നവയാണ്. അതിലേക്ക് ലോകേഷ് കനകരാജ് എന്ന പേര് കൂടി എത്തുന്നു എന്നതാണ് കൂലിയുടെ കാത്തിരിപ്പിനുള്ള മറ്റൊരു കാരണം. സൂപ്പർ താരങ്ങളെ പേരിന് മാത്രം കൊണ്ടുവരാതെ അവർക്ക് കൃത്യമായ ക്യാരക്ടർ ആർക്ക് കൂടി ലോക്കി എന്നും നൽകാറുണ്ട്. നാഗാർജുന, സത്യരാജ്, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ തുടങ്ങി വമ്പൻ താരങ്ങളുടെ പ്രസൻസിനൊപ്പം ആമിർ ഖാന്റെ ക്യാമിയോ റോളും ലോകേഷ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂലിയിൽ ഇവരെയെല്ലാം എങ്ങനെ അദ്ദേഹം പ്ലേസ് ചെയ്യുമെന്നാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അനിരുദ്ധ് ഒരുക്കുന്ന BGMഉം കൂലിയെ വെയിറ്റ് ചെയ്യിക്കാനുള്ള മറ്റൊരു ഫാക്ടറാണ്. തൻ്റെ തന്നെ പേരിലുള്ള ഹയസ്റ്റ് കളക്ഷൻ റെക്കോർഡ് തിരുത്തിക്കുറിച്ച് തമിഴ് സിനിമയിലെ ആദ്യത്തെ 1000 കോടി രജനി നേടുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ആഗസ്റ്റ് 14 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. കഴിഞ്ഞ വർഷം സാക്ഷാൽ രജനീകാന്തിനെയും കടത്തിവെട്ടി ബോക്സ് ഓഫീസിൽ വിജയ്ക്ക് പിന്നിൽ രണ്ടാമതെത്തിയ നായകനാണ് ശിവകാർത്തികേയൻ. 333 കോടിക്ക് മുകളിൽ നേടി വൻ വിജയം കൈവരിച്ച അമരിന് ശേഷം ശിവ നായകനാകുന്ന ലേറ്റസ്റ്റ് സിനിമ മദ്രാസിയാണ്. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമ സെപ്റ്റംബർ 5 തിയേറ്ററുകളിൽ എത്തുന്നത്. ആക്ഷൻ ത്രില്ലർ സിനിമയായ മദ്രാസിയിലും സംഗീതമൊരുക്കുന്നത് അനിരുദ്ധ് തന്നെയാണ്. ബിജു മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിക്കന്ദറിന്റെ പരാജയം മറികടക്കുകയാകും മദ്രാസിയിലൂടെ മുരുകദോസ് ലക്ഷ്യമിടുക. വിജയ്ക്ക് തുപ്പാക്കിയും കത്തിയും നൽകിയതുപോലെ ശിവയുടെ സ്റ്റാർഡവും മദ്രാസിയിലൂടെ മറ്റൊരു ലെവലിലേക്ക് മുരുകദോസ് ഉയർത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രദീപ് രംഗനാഥൻ നായകവേഷത്തിലെത്തുന്ന വിഘ്നേഷ് ശിവൻ ചിത്രം ലവ് ഇൻഷുറൻസ് കമ്പനി സെപ്റ്റംബർ 18 പുറത്തിറങ്ങുന്നത്. ഈ വർഷത്തെ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു പ്രദീപിന്റെ ഡ്രാഗൺ. അതിനുശേഷം എത്തുന്ന സിനിമയെന്ന നിലയിൽ പ്രേക്ഷകർ ഈ ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പ്രദീപിന്റെ തന്നെ ഡ്യൂഡും ഈ വർഷം റിലീസ് ചെയ്യും. ദീപാവലി റിലീസായെത്തുന്ന ചിത്രത്തിൽ മമിത ബൈജു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ധനുഷ് സംവിധാനക വേഷത്തിലും നായകനുമാകുന്ന ഇഡ്ലി കടൈ ഒക്ടോബർ 1 തിയേറ്ററുകളിൽ എത്തുന്നത്. ധനുഷിന്റെ കുബേര നിലവിൽ വൻ ഹിറ്റടിച്ച് തിയേറ്ററിൽ പ്രദർശനം തുടരുന്നുണ്ട്. മാരി സെൽവരാജിന്റെ ബൈസണും ഒക്ടോബറിലെത്തും. ധ്രുവ് വിക്രമാണ് ചിത്രത്തിൽ നായകൻ. ഒരു വിജയ് സിനിമ പോലും ഇല്ലാത്ത വർഷമാണ് 2025. കഴിഞ്ഞ വർഷം കോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റ് വിജയുടെ ഗോട്ടായിരുന്നു. ഈ വർഷം കഴിയുമ്പോൾ ആ പട്ടം ആരുടെ തലയിലാകുമെന്ന് കാത്തിരുന്നു കാണാം. ഈ വർഷം മാത്രമല്ല, വരും വർഷങ്ങളിലും തമിഴിൽ വൻ സ്റ്റാറുകളുടെ വമ്പൻ പടങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയുടെ ജനനായകൻ, സൂപ്പർ സ്റ്റാറിന്റെ ജയിലർ 2, ദുൽഖറിന്റെ കാന്ത, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റു സിനിമകൾ, ശിവകാർത്തികേയന്റെ പരാശക്തി, സൂര്യയുടെ കറുപ്പ്, വെങ്കിയാറ്റ്ലൂരി ചിത്രം തുടങ്ങിയ ആ ലിസ്റ്റ് വളരെ നീണ്ടതും പ്രോമിസിംഗുമാണ്. കാത്തിരിക്കാം കോളിവുഡിൽ നിന്നുള്ള മാസ്റ്റർ പീസുകൾക്കായി.